എന്താ അത്? ഹലോ അത് നാട്ടിലെ ആചാരാണെന്ന്. നല്ലതല്ലേ എന്നും രാവിലെ ഇങ്ങനെയൊക്കെ? ആചാരം കൊള്ളാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങാറാണ് നേരത്തെ പറയണേ. ചൊല്ല പറടാ. മോളെ എന്നീ കേക്കുന്നേ അത് ഓരോ നാട്ടിലെ പ്രാർത്ഥനയോലു നിങ്ങളും കേട്ടുക. എന്താല്ലേ ആ ഈ തുണിയൊന്നും വേറെ വാങ്ങിയില്ലല്ലോ. മോളെ അത്യാവശ്യം വേണ്ടത് ബ്രിഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ. ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്ത കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ഉമ്മക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് വേണം. ഓളെ കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ? നീ എന്റെ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. അത് വേണം അമ്മ. വേണം. ഓളെ സ്വർണ്ണം എല്ലാം പൊരയില് വച്ചിട്ടല്ലേ വന്നിക്കുണ്ടാവുക. അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി. അതിന് പണക്കന്മാരെ അതെടുത്ത് വരുമ്പോഴേക്ക് കുറെ കാലാവൂലേ? അതൊന്നുമില്ല. അതുകൊണ്ട് നീ ഇപ്പൊ ആ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. എടുത്തി എന്നാ മാല வேணாம், நீங்களே வச்சுக்கோங்க, நான் அது போட மாட்டேன். അയ്യോ അല്ലാണ്ട് കൊടുക്കാൻ മടിച്ചിട്ടല്ല. പോയേ പാട്. എന്നാലും നമ്മളെ സെക്രട്ടറി വനിജ ഓൾ ഉഷാർ തന്നെയാട്ടാ. ഓളൊരാണെന്നെയാ. ഓള് ഒറ്റയ്ക്കെന്നെല്ലാം ചെയ്യിപ്പിച്ചില്ലടോ. നമ്മുടെ ബ്രിഗേഷിന് എങ്ങനെ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയേ? നമ്മുടെ കോളനിയിൽ ഏറ്റവും സുന്ദരി നമ്മുടെ ജിഷയല്ലേനോ? എല്ലാരും പറയുന്നുണ്ട് ഓളെ ബേക്കൊന്ന് കാണണം. എന്റെ അമ്മോ, അതല്ല ഓളെ മുടിയേ മുടി. നമ്മുടെ നാട്ടിൽ എത്ര ആമ്പിള്ളേരുണ്ടെന്നാ. സർക്കാർ ഉദ്യോഗയിലായിട്ട് പെണ്ണിട്ടാണ്ട് ചേക്കന് കിട്ടിയ പെണ്ണ് എന്ത് ചന്ത അല്ല ജിഷേ? എനിക്കറിയില്ല. ഇതിപ്പോ കൊടുവത്തി എനിക്ക് ആപ്പത്തി കിട്ടിയ വിലയായി പോയി. ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടേനു? ഓള് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിക്ക. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടാ. ഓ അല്ല കവിത, ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് അതിന്റെ ആങ്ങളെ ലോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയെ. എത്ര പൈസ അവൻ കൊടുക്ക് കൊണ്ടുപോയി കളഞ്ഞേ. അതന്നെ അതന്നെ. ബബിതേ ആടെ കുത്തി തിരിഞ്ഞ് കട്ടിങ് പോരി. അയാള് പോന്നെ. ബൈ. ഇതെന്താ ഇത് കൊടുത്തിട്ടില്ലേ? അത് നമ്മള് പറഞ്ഞ് ബ്രിഗേഷിന് പിടിച്ചേക്കില്ല. നമുക്ക് അത്ര സുഖം നോക്കാലോ.